ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ മട്ട ഗവൺമെൻറ്റിയുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ വന്നത് ഒരു സാധാരണ ട്രാൻസ്ഫോമർ വെച്ചിട്ട് എങ്ങനെ ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാം. അത് വെറും മാഗ്നറ്റ് അല്ല, ഇലക്ട്രോണിക് മാഗ്നറ്റ്. പിന്നെ നമുക്കത് വെച്ച് ഒരു പവർ ടെസ്റ്റും കൂടെ നടത്താറുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ട്രാൻസ്ഫോമറാണ്, ഇത് വലിയൊരു ട്രാൻസ്ഫോമറാണ്. ഇത് ഞാനൊരു ചാർജറിൻ്റെ ഉള്ളിലത്തെയാണ്, ഇച്ചിരി വോൾട്ട് കൂടിയ ഒരു ചാർജറിൻ്റെ. അപ്പോൾ ഇതിലെ ഒരു പ്ലേറ്റ് പോലൊരു സംഭവമുണ്ട് ഇരുമ്പിൻ്റെ. അപ്പോൾ അത് ജസ്റ്റ് റിമൂവ് ചെയ്യണം ആദ്യം. ഇതേ ഈ കാണുന്ന വരയെ പിടിച്ച് ജസ്റ്റ് ഒന്ന് പൊക്കുക. അതും സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ച് ഒന്ന് പൊക്കിയാൽ മതി. ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ഉണ്ട്, അതും ജസ്റ്റ് ഒന്ന് പൊക്കുക. അങ്ങനെയാണ് നമ്മളിത് അഴിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് ഞാൻ അഴിച്ചെടുക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല. അവിടെ നമുക്ക് സ്നാപ്പ് ചെയ്തിട്ട് എളുപ്പത്തിൽ അഴിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് പാർട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഈ പോലെ ഇരിക്കുന്ന ഈ ആകൃതിയിലില്ലേ, അതാണ് നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടത്. റോഡ് പോലത്തെ ഒരു പീസ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇതിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അടുക്കി ഒരേ ദിശയിലോട്ടാക്കണം. എന്നിട്ടാണ് നമ്മൾ അതിൽ കയറ്റി കൊടുക്കുന്നത്. നമുക്കപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ എല്ലാം ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ രണ്ട് വയറിലേക്ക് സപ്ലൈ കൊടുക്കണം. അപ്പോൾ സപ്ലൈക്കായിട്ട് ഞാനൊരു വയർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് വയറില്ലേ, അതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ കയറ്റി വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു സംഭവം ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയാണ്, ഞാൻ വേറെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഉണ്ടാക്കിയാണ്. അത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് പ്ലഗ് കൊടുത്ത് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പോൾ ഇത് ഓണാണ്. അപ്പോൾ നമുക്ക് ഓണാണല്ലോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് നോക്കിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ ബോഡിയിലേക്ക് ടച്ച് ചെയ്ത് നോക്കി എർത്തടിക്കുമോ, അങ്ങനൊരു സംശയമുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല, ഇത് ഓണാണ്. കറണ്ടിലോട്ട് തൊട്ട് കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ട് ലൈറ്റ് കത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ട്രാൻസ്ഫോമർ അതിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ കറണ്ട് അത്ര വരത്തില്ല. ഇനി ഇത് മാഗ്നറ്റ് ആയോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്ലേഡ് അതിലെ കൊട്ടിപ്പിടിക്കുകയോ ഇല്ലെന്നാണ് നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിത് ഓണാക്കിയിട്ടില്ല, കണ്ടില്ല, ഇത് ഈ ബ്ലേഡ് ഒട്ടിപ്പിടിക്കുന്നില്ല. ഇപ്പം ഞാൻ ഓണാക്കി, കണ്ടില്ലേ, കൈ വിട്ട ഉടനെ തന്നെ അത് പോയി പറ്റിപ്പിടിച്ച്. കണ്ടില്ല, അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. പിന്നെ അത് ബ്ലേഡ് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് അടിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം അത് മാത്രമല്ല, നല്ലതായിട്ട് ഹീറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരുപാട് വോൾട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ ഒരു കോയിൽ നല്ലതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. ആ ഹീറ്റാണ് ആ ഒരു ഡിസ്ക് ചൂടാക്കുന്നത്. ഇനി ഒരു പ്ലെയർ എടുത്തിട്ടുണ്ട്. ഈ പ്ലെയർ നമുക്ക് ഒട്ടിപ്പിടിക്കുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, അതിൽ നല്ലതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, നല്ല ടൈറ്റായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ആ പ്ലെയറിൽ നിന്ന് വിട്ടിട്ട് ഉടനെ തന്നെ താഴ്ത്തു പോയി. അപ്പോൾ ഇതാണ് കറക്റ്റ് മാഗ്നറ്റിൻ്റെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് സ്വിച്ച് ഓണാക്കി കറണ്ട് അതുവഴി പമ്പ് ചെയ്താൽ മാത്രമേ ഇത് ഒട്ടിപ്പിടിക്കത്തുള്ളൂ. അതാണ് ഈ ഒരു മാഗ്നറ്റിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പം നമ്മൾ മാഗ്നറ്റ് മുമ്പേ ഒട്ടിച്ചതിൻ്റെ വശത്തല്ല, അതിൻ്റെ പുറവശത്തായിട്ട് ഞാൻ ഇപ്പം പ്ലെയർ കാണിച്ച് നോക്കുകയാണ്. കണ്ടില്ല, ഇപ്പോൾ ഓണാണ്, പക്ഷേ അത് ഒട്ടിപ്പിടിക്കുന്നില്ല. ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലെ കോയിൽ ചുറ്റിയിരിക്കുന്ന ആ ഒരു ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് ഈ മാഗ്നറ്റ് വർക്കാവുന്നത്. അതുകൊണ്ടാണ് ഒരു സൈഡ് മാത്രമേ മാഗ്നറ്റ് ആവുന്നുള്ളൂ, മറ്റേ സൈഡിൽ മാഗ്നറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വശം തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചത്. ഇനി നമ്മൾ വേറൊരു ടെസ്റ്റിലേക്ക് പോകണം. എന്നിട്ട് ഞാനിവിടെ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട് അളക്കുന്നത്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ, നമ്മൾ ഇത് കുറച്ച് വലിക്കണം. നമ്മളത് ടൈറ്റാക്കി വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ വശം മാഗ്നറ്റിനായിട്ട് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ റിലീസാക്കും. അപ്പോൾ പിടിച്ച് കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇതിന് അത്രയും പവർ ഉണ്ടെന്നാണ് അർത്ഥം. അത് അങ്ങോട്ട് വിളിച്ച് വലിക്കുകയാണ്, അത്രയ്ക്കും പവറാണ്. ഇപ്പോൾ ഞാൻ ലോക്കാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ മാഗ്നറ്റ് ഉണക്കി. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു സ്വിച്ച് റിലീസ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു ടേപ്പ് അകത്തോട്ട് പോകുന്നില്ല, അത്രയ്ക്കും പവറായിട്ട് വലിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഈ ഒരു മാഗ്നറ്റ് ഭയങ്കര പവർഫുള്ളാണ്. ഏകദേശം കണ്ടില്ല, ഞാൻ ആ ട്രാൻസ്ഫോമർ മാഗ്നറ്റ് ഓഫ് ആക്കി ആ ടൈമിൽ തന്നെ ടേപ്പ് റിലീസായിപ്പോയി. അതാണ് അടിപൊളിയായിട്ടുണ്ട് വർക്കിങ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ തന്നെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഈ വൺ മട്ട കൊളം ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ
ആ ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.